ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. സോ അത്ര പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഏകദേശം നമുക്ക് ഒരു വർഷമായിട്ട് 1 ഇയർ ആയിട്ട് UK യിലേക്കുള്ള നഴ്സ് റിക്രൂട്ട്മെൻറ്റുകൾ ഏകദേശം നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പം പല ന്യൂസുകൾ ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്പ്രിങ്ങിലെ NHSന്റെ ഒരു റീഫോർമേഷൻ 10 ഇയർ റീഫോർമേഷൻ പ്ലാന് ലേബർ സർക്കാർ പുറത്തു വിടാനിരിക്കുന്ന ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന വലിയ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് ന്യൂസുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ മെയിനായിട്ട് NHSന്റെ തലപ്പത്തുള്ള നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള വർഷങ്ങൾ പരിചയമുള്ള നമ്മുടെ അമാൻഡ പിച്ചാർഡ് ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്യുവാനുള്ള ഒരു ഹെൽത്ത് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള നീക്കമുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് സ്വന്തമായിട്ട് അവർ രാജിവെക്കുകയാണ് ഉണ്ടായത്. അപ്പം അതുപോലെ തന്നെ NHSന്റെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയൊരു അഴിച്ചുപണി നടത്തുമെന്നാണ് വെസ്റ്റ് സ്റ്റേറ്റിംഗ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏകദേശം 13,000-ലധികം സ്റ്റാഫ്, 13,000-ലധികം ജോലിക്കാരെ കട്ട് ചെയ്യുമെന്ന്, അല്ലെങ്കിൽ സ്റ്റാഫിനെ കട്ട് ചെയ്യുമെന്നാണ് ഹെൽത്ത് സെക്രട്ടറി കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മെയിനായിട്ട് NHS ഇംഗ്ലണ്ടിലാണ് ഈ ഒരു വെട്ടിക്കുറച്ചിലുകൾ ഉണ്ടാകാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സ്റ്റാഫ് കട്ടിംഗ് ഉണ്ടാകുന്നത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെയായിരിക്കും എന്നുള്ള സൂചനയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റാഫ് കട്ടിങ് കൊണ്ടുവരാൻ പോകുന്നത്? ഇപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാഫ് ഷോർട്ടേജ് ഇവിടെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സ്റ്റാഫ് കട്ടിങ്ങുമായി നമ്മുടെ ലേബർ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ചാണ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് പറയാനുള്ളത്. NHSന്റെ പ്രവർത്തനം കൂടുതൽ സുതാര്യവൽക്കരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും അതുപോലെ തന്നെ ടൈം കൺസംപ്ഷൻ കുറയ്ക്കുന്നതും ഒക്കെയാണ് വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. പല ട്രസ്റ്റുകളും മെർജ് ചെയ്യുവാനും പല ഡിപ്പാർട്ട്മെൻറ്റുകളും മെർജ് ചെയ്യുവാനും ഒക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത്രയും സ്റ്റാഫിനെ, ഏകദേശം 13,000-ലധികം സ്റ്റാഫിനെ വെട്ടിച്ചുരുക്കുവാനാണ് ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഓപ്പറേഷണൽ സെക്ഷനുകളിൽ വെട്ടിച്ചുരുക്കുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദിവസങ്ങളിൽ വന്ന ഈ തീരുമാനങ്ങൾ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ NHSൽ വർക്ക് ചെയ്യുന്ന നിരവധി ജീവനക്കാർക്ക് ഇടയിൽ വലിയൊരു ആശങ്കയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും വേറൊരു സൈഡിൽ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങൾ കുറേ പേരൊക്കെ അറിഞ്ഞു കാണാം, നമ്മുടെ വെയിൽസിൽ വലിയൊരു വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ചലഞ്ചാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടെ നടന്ന ഒരു വലിയൊരു ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ലേബർ ഗവൺമെൻറ് ശരിക്കുള്ള പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ ശരിക്കും ആർക്കും മനസ്സിലായിട്ടില്ല. ഇവരെന്താണ് മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നത്? അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാഫ് ഷോർട്ട് നിലനിൽക്കുമ്പോഴും ഇവരെന്താണ് ഈ അവരുടെ മെയിനായിട്ട് ഇപ്പോൾ ഈ വരുന്ന NHSന്റെ റീഫോർമേഷൻ പ്ലാനുകൾ എന്താണ് അവർ മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നതെന്നൊക്കെ അത് വന്നാലേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിൽ വലിയ രീതിയിലുള്ളൊരു വർക്ക് ഫോഴ്സ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നോർക്ക വഴിയും ഇൻ്റർവ്യൂസ് ഇനി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം വെയിൽസിലേക്കുള്ള കൂടുതൽ ഇൻ്റർവ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നോർക്ക UK മിഡ്വൈഫ്മാരുടെ റിക്രൂട്ട്മെൻറ്റ് സ്കോപ്പിംഗ് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കയറിയിട്ട് അത് അപ്ലൈ ചെയ്യുക. എന്തൊക്കെയാണേലും നമ്മുടെ ലേബർ സർക്കാരിൻ്റെ, നമ്മുടെ NHSന്റെ റീഫോർമേഷൻ പ്ലാനുകൾ വന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ലേബർ സർക്കാർ പൊതുവെ നമ്മുടെ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റുകൾ അവരത്ര പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല. അതുകൊണ്ട് തന്നെ ചില ഓവർസീസ് സ്കിൽഡ് വർക്കേഴ്സിൻ്റെയൊക്കെ വിസയിലെ ത്രഷോൾഡൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് അതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതിനെ നമ്മുടെ NHSനെ ഇപ്പോൾ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് വരുന്ന ആ ഒരു NHSന്റെ വർക്ക് ഫോഴ്സ് പ്ലാൻ 10 ഇയർ വർക്ക് ഫോഴ്സ് പ്ലാൻ വന്നാൽ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. ഇതുവരെ വന്നതിലും നമുക്ക് അത്ര പോസിറ്റീവായിട്ടുള്ള യാതൊരു അപ്ഡേറ്റുകളും ലഭിച്ചിട്ടില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും പേര് ഈ ഒരു 13,000 ആളുകളെ സ്റ്റാഫിനെ കട്ട് ചെയ്യുക, ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ഉള്ള മാനേജർ ആൻഡ് ഡിവിഷണൽ ഉൾപ്പെടെ ഉള്ള സ്റ്റാഫുകളെ കട്ട് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ടൈം കൺസപ്ഷന്, അതുപോലെ കോസ്റ്റ് കട്ടിങ്, അതുപോലെ പല കാര്യങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അവർ നടപ്പിലാക്കാൻ പോകുന്നതെന്നും അതുപോലെ തന്നെ പുതിയ വർക്ക് ഫോഴ്സ് പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. സോ നമ്മുടെ ചാനൽ കാണുന്നവർ ദയവ് ചെയ്ത് കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.